ഇപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ ഇൻഗ്രീഡിയൻസും തന്നെ നമ്മൾ ചേർത്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ സോപ്പിന് ടെസ്റ്റ് അടിച്ച് നോക്കേണ്ടതുണ്ട്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മീഡിയ 123 യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കാണുന്ന പോലത്തെ കിടിലൻ ആലുവേര ജെല്ല് യൂസ് ചെയ്തുകൊണ്ടുള്ള സോപ്പ് നിങ്ങൾക്ക് തന്നെ എങ്ങനെ വീട്ടിൽ നിർമ്മിച്ചെടുക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. പുറത്തുനിന്നും ഉണ്ടാക്കി വരുന്ന സോപ്പ് എന്തൊക്കെ കെമിക്കൽ ചേർത്താണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. എന്തുകൊണ്ട് നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്കായി സ്വന്തമായിട്ട് സോപ്പ് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഈ അലോവേര ഉപയോഗിച്ച് സോപ്പ് ഉണ്ടാക്കുന്നത് പോലെ എന്ത് ഔഷധ ഗുണമുള്ള സാധനങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ചേർക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഒരേ ഒരു സപ്പോർട്ടാണ് ഇനിയും അങ്ങോട്ട് വീഡിയോസുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രചോദനമാകുന്നത്. നമ്മൾ കട്ട് ചെയ്തെടുത്ത കറ്റാർ വാഴ നല്ലോണം ഒന്ന് കഴുകിയതിന് ശേഷം ഈ കാണുന്നത് പോലെ മൂടുഭാഗം തലതിരിച്ച് വെക്കേണ്ടതാണ്. ഇതിൻ്റെ കുറച്ച് മഞ്ഞ കറ വരുന്നുണ്ട്. ആ കറ ഫുള്ള് ഒലിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. ഇപ്പോൾ ആ ഒരു കറ ഫുള്ള് പോയി കഴിഞ്ഞു. ഈ ഒരു കറ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. കറ്റാർവാഴ സോപ്പ് ഉണ്ടാക്കാൻ മാത്രമല്ല ഏതൊരു ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞാലും ഈ ഒരു രീതിയിൽ വേണം ചെയ്യേണ്ടത്. അതിനുശേഷം ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ ഇതിൻ്റെ മുള്ളു വരുന്ന ഭാഗമെല്ലാം ജസ്റ്റ് ഒന്ന് ചെത്തിക്കളഞ്ഞതിന് ശേഷം 3 വെള്ളത്തിൽ കഴുകി എടുക്കേണ്ടതാണ്. അതിനുശേഷം ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ അലോവേരയുടെ തൊലി ചെത്തിക്കളഞ്ഞതിന് ശേഷം ഈ കാണിക്കുന്നത് പോലെ തന്നെ അലോവേരയുടെ ജെല്ല് പുറത്തെടുക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അലോവേരയുടെ ജെല്ല് വളരെ എളുപ്പത്തിൽ പുറത്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു ആലുവേര തണ്ടിൻ്റെ ജെല്ല് മുഴുവനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ജാറിലേക്ക് ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ടതിന് ശേഷം മിക്സിയിൽ വെച്ച് അടിച്ചെടുക്കേണ്ടതാണ്. നമ്മളിപ്പോൾ ഇത് മിക്സിയിൽ വെച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. അടിച്ചെടുക്കുമ്പോൾ ഇതേ കണക്ക് വെള്ളം കണക്ക് ആയി വരുന്നതാണ്. ഇത് തൽക്കാലം നമുക്ക് മാറ്റി വയ്ക്കാം. സോപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. സോപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും വേണ്ട ഒരു കാര്യമാണ് സോപ്പ് ബേസ്. സ്വന്തം ആവശ്യങ്ങൾക്കൊക്കെ സോപ്പ് ഉണ്ടാക്കുന്നവർക്ക് ഈ ഒരു സോപ്പ് ബേസ് യൂസ് ചെയ്തുകൊണ്ട് സോപ്പ് എളുപ്പത്തിൽ നിർമ്മിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ്. ചെറിയ കഷ്ണങ്ങളാക്കി സോപ്പ് ബേസ് അരിഞ്ഞെടുക്കേണ്ടതാണ്. ഈ കാണുന്ന പോലത്തെ സോപ്പ് ബേസ് നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ എല്ലാം തന്നെ വാങ്ങാൻ ലഭിക്കുന്നതാണ്. ഇതിപ്പോൾ 300 ഗ്രാമോളമാണ് വരുന്നത്. ബാക്കിയൊക്കെ നേരത്തെ തന്നെ സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. 1 കിലോയാണ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിരുന്നത്. അതിന്റെ റേറ്റ് വന്നത് 242 രൂപയാണ്. നമുക്ക് 1 കിലോ ആയിട്ട് വാങ്ങുന്നതിനെക്കാട്ടി ലാഭം 5-10 കിലോ ആയിട്ട് വാങ്ങുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ വില കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ ബൾക്കായിട്ട് എടുക്കുന്നത് കൊണ്ടാവാം അങ്ങനെ വില കുറയുന്നത്. ഇത് മുഴുവനായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് അലിയിച്ചെടുക്കേണ്ടതുണ്ട്. അലിയിച്ചെടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിലേക്ക് ചേർക്കുന്ന ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെട്ടിട്ട് വരാം. അലോവേര ജെല്ല് നമ്മൾ നേരത്തെ തന്നെ മിക്സിയിലിട്ട് അടിച്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് വേണ്ടത് വിറ്റാമിൻ ഇ ഗുളികയാണ്. ഇത് എല്ലാ മെഡിക്കൽ സ്റ്റോറിലും നിങ്ങൾക്ക് വാങ്ങുവാൻ വേണ്ടിയിട്ട് ലഭിക്കുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് റോസ് വാട്ടറും ഗ്ലിസറിനുമാണ്. ഇത് രണ്ടും നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് സോപ്പിൻ്റെ നിറത്തിന് വേണ്ടി ചേർക്കുന്ന വാട്ടർ സോല്യൂബിൾ കളറാണ്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങാൻ ലഭിക്കുന്നതാണ്. ഇത് മണത്തിന് വേണ്ടി ചേർക്കുന്ന എസൻഷ്യൽ ഓയിലാണ്. ഇത് റോസിൻ്റെ മണമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതും ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മളിവിടെ സോപ്പ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് സോപ്പ് മോൾഡാണ്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നോ നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ലഭിക്കുന്നതാണ്. ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചതിന് ശേഷം അതിലേക്ക് സോപ്പ് ബേസ് അരിഞ്ഞിട്ട പാത്രം ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കേണ്ടതാണ്. സോപ്പ് ബേസ് ഒന്ന് അലിയിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പൂർണ്ണമായും അലിയുന്നത് വരെ ഇതുപോലെ നമ്മുടെ സോപ്പ് ബേസ് ഇപ്പോൾ തന്നെ ഇളക്കി കൊടുക്കേണ്ടതാണ്. നല്ലോണം അലിഞ്ഞിട്ടുണ്ട്.
പൂർണ്ണമായും അലിഞ്ഞതിന് ശേഷം അതിലേക്ക് 2 ചെറിയ തവി ആലുവേര ജെല്ലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂടുന്തോറും സോപ്പിൻ്റെ കട്ടി കുറയാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കറക്റ്റ് അളവിൽ തന്നെ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതിനുശേഷം 2 വിറ്റാമിൻ ഇ ടാബ്ലറ്റുകളാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ അറ്റഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ കളറാണ് മിക്സ് ചെയ്യുന്നത്. റെഡ് കളറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ പരിചയപ്പെടുത്തിയ അതേ കളറാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് കൂടുതൽ നിറം ആവശ്യമാണെങ്കിൽ 2-3 ഡ്രോപ്പ് കുറച്ച് കൂടുതൽ വീഴ്ത്തി കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ ഇതിനു വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഫ്ലിപ്കാർട്ട്, ആമസോൺ എന്നീ സൈറ്റുകളിൽ നിന്ന് നിങ്ങൾക്കിത് വാങ്ങാനും ലഭിക്കുന്നതാണ്. അതിനുശേഷം സ്മെല്ലിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയ എസൻഷ്യൽ ഓയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നമുക്ക് എത്രത്തോളം മണം ആവശ്യമാണോ അതിനനുസരിച്ച് ഡ്രോപ്പുകളായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് റോസിൻ്റെ സ്മെല്ലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ട സ്മെല്ല് ഏതാണോ അത് സെലക്ട് ചെയ്ത് വാങ്ങാവുന്നതാണ്. അതിനുശേഷം 2 ടീസ്പൂൺ ഗ്ലിസറിനാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചേർക്കുന്ന സമയത്ത് തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതിനുശേഷം നമ്മളിവിടെ 1 ടീസ്പൂൺ റോസ് വാട്ടർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ ഇൻഗ്രീഡിയൻസും തന്നെ നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഇനി ഇത് സെറ്റ് ആകുന്നതിന് വേണ്ടിയിട്ട് സോപ്പ് മോൾഡിലേക്ക് നമുക്ക് മാറ്റേണ്ടതുണ്ട്. വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ സോപ്പ് മോൾഡിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒരു 8 മണിക്കൂർ നമുക്ക് ഇതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ സോപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. സോപ്പ് ഈ കാണുന്നത് പോലെ തന്നെ നമുക്ക് ഇളക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. നല്ല കിടിലനായിട്ട് തന്നെ സോപ്പ് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാ സോപ്പുകളും നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഇളക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ സോപ്പിന് ടെസ്റ്റ് അടിച്ച് നോക്കേണ്ടതുണ്ട്. ഇതിൻ്റെ പതയും കാര്യങ്ങളൊക്കെ എത്രത്തോളം വരുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. നല്ല പതയും സ്മെല്ലും ആലോവേരയുടെ ഔഷധ ഗുണവുമുള്ള ഒരു കിടിലൻ സോപ്പാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരേക്കും മാജിക് മീഡിയ 123 സൈനിങ് ഔട്ട്.